الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على رسولك سيدنا وحبيبنا ومصطفانا ومنجينا ومرشدنا محمد صلى الله عليه وسلم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي النبي صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون صدق الله العلي العظيم സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, ജീവിക്കുന്ന അത്രയും കാലം പടച്ചതമ്പുരാന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കണം എന്ന് സ്വയം പ്രതിജ്ഞയെടുക്കുന്നതോടൊപ്പം നിങ്ങളെ ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഈ ലോകം നശ്വരമാണ്. ശാശ്വതമായിട്ടുള്ള ലോകം പരലോകമാണ്. അവിടെ നമ്മുടെ കൂട്ടുകാരോ നാട്ടുകാരോ സമ്പാദ്യമോ ഭാര്യ മക്കളോ പ്രിയപ്പെട്ടവരോ ഒന്നും നമ്മെ സഹായിക്കാനില്ലാത്ത ഒരു നാള് വരാനുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ മാത്രമേ നമുക്ക് തുണയായി ഇണയായി നാളെ ഉണ്ടാവുകയുള്ളൂ എന്ന ബോധത്തോടുകൂടി മരണത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പായി ജീവിതം പടച്ചതമ്പുരാന് സമർപ്പിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നോമ്പുകാരുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന നാഥൻ ജുമഅയുടെ ഈ സമയവും പ്രാർത്ഥന സ്വീകരിക്കുന്ന സന്ദർഭവും സമയവും ആയതുകൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. പടച്ച റബ്ബ് സ്വർഗത്തിൽ ഇതുപോലെ സന്തോഷത്തോടുകൂടി നമ്മിൽ നിന്ന് മരിച്ചുപോയവരെയും കൂടെ കൂട്ടി അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഇതുപോലെ സമ്മേളിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 1-2 രോഗവിവരങ്ങൾ ഇന്ന് രാവിലെ അറിയുകയുണ്ടായി. ഒന്ന് നമ്മുടെ സക്കരിയയുടെ അവസ്ഥയാണ്, വെന്റിലേറ്ററിലാണുള്ളത്. ഭൗതിക അർത്ഥത്തിൽ ജീവൻ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് പ്രയാസമാണ് എന്ന റിപ്പോർട്ടാണ് ഉള്ളത്. എങ്കിലും കരുണാവാരിധിയായ നാഥനാണ് രോഗം നൽകുന്നതും മാറ്റുന്നതും എന്ന വിശ്വാസം നമുക്കുള്ളത് കൊണ്ട് ഏറ്റവും വലിയ ഡോക്ടർ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയതുകൊണ്ട് നമുക്ക് സക്കരിയയുടെ ആരോഗ്യത്തിന് വേണ്ടി ശിഫയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ചെത്തി നമ്മോടൊപ്പം ജീവിക്കാനുള്ള സൗഭാഗ്യം സക്കരിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്ന്, നമ്മുടെ ഒരു 10 വയസ്സുള്ള കുട്ടി റന ഫാത്തിമ 4ാം ക്ലാസ്സിലാണ്. ഇപ്പോൾ 4ാം ക്ലാസ്സിലേക്കാണ് ജയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരും ഒരു ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വല്ലാത്ത പ്രയാസത്തിലാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. ആ കുട്ടിക്ക് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി കുടുംബത്തോടൊപ്പം ജീവിക്കാൻ, അവരുടെ മാതാപിതാക്കൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ രോഗവും മാറ്റി നമ്മോടൊപ്പം നമ്മുടെ മക്കളോടൊപ്പം കളിച്ച് ചിരിച്ച് പഠിച്ച് ഉല്ലസിച്ച് ജീവിക്കാനുള്ള
ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൊച്ചു സഹോദരിക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തെല്ലാം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. ഒരു സഹോദരൻ്റെ കുട്ടി മരിച്ചു, ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. ആ പിതാവ് വല്ലാതെ സങ്കടത്തിലാണ്. പലരും വന്ന ആ പിതാവിനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും പിതാവിൻ്റെ മനസ്സിൽ ഒന്നും അങ്ങോട്ട് കയറുന്നില്ല. അങ്ങനെ ആ പിതാവിനെ ഒരു ദീനിയായ സഹോദരൻ സന്ദർശിച്ച്, നിങ്ങളുടെ വീട്ടിൽ ഖുർആൻ പരിഭാഷയുണ്ടോ എന്ന് ചോദിച്ച് ആ പിതാവ് ഖുർആൻ പരിഭാഷ എടുത്തു കൊടുത്ത് സൂറത്ത് ഹദീദ് ഇങ്ങനെ മറിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ സൂറത്ത് ഹദീദിലെ ഒരായത്ത് കാണിച്ചു കൊടുത്തു. അതാണ് പരീക്ഷണ ഘട്ടങ്ങളിൽ പതറാതിരിക്കാൻ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിലുണ്ടാകേണ്ടത്. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസിക്കും. ഈ ഭൂമിയിൽ ഒരു മുസീബത്തും ഉണ്ടാകുന്നില്ല, നിങ്ങളുടെ ശരീരത്തിലും ഒരു വിപത്തും ബാധിക്കുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ. അതൊക്കെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആയുസ്സിൽ വരാനുള്ളതെല്ലാം ഒരു കിതാബിൽ അല്ലാഹു രേഖപ്പെടുത്തിയാൽ പിന്നെ അത് രേഖയായി ആ രേഖയിലുള്ളത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഈ കാര്യങ്ങൾ എഴുതി വെക്കുന്നതും നമ്മെ പരീക്ഷിക്കുക എന്ന് പറയുന്നതും അള്ളാഹുവിന് ഏറ്റവും പ്രയാസമുള്ള കാര്യമല്ല, എളുപ്പമുള്ള കാര്യമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലികൈലാ തഅസൂ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഭൗതികമായ സുഖ സൗകര്യങ്ങളിൽ ആഹ്ലാദിക്കാതിരിക്കാനും വേണ്ടി ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ എല്ലാ പരീക്ഷണങ്ങളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് എന്നതാണ് സൂറത്ത് ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളിൽ നമ്മെല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാൽ ഇസ്തിഖാമത്തോടുകൂടി, ഈമാനോടുകൂടി, സുബറോടുകൂടി, ഇഹ്സാനോടുകൂടി അതിനെ നേരിടാൻ, അങ്ങനെ നമ്മുടെ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ വിട പറയാനിരിക്കുകയാണ്. റമദാൻ ഇനിയും വരും പോകും, പക്ഷെ നമ്മൾ ഉണ്ടാകും എന്ന് നമുക്കൊരു ഉറപ്പില്ല. അതുകൊണ്ട് വിട പറയുന്ന റമദാൻ ഇങ്ങനെ സൽക്രമങ്ങൾ നമുക്ക് തരാൻ വേണ്ടി ആളി കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ഇഅ്തികാഫിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി, ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ഒക്കെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. മൻ ഖാമ ഫീ ലൈലത്തിൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ഒരാൾ തറാവീഹ് നമസ്കരിച്ചാൽ, തഹജ്ജുദ് നമസ്കരിച്ചാൽ, ഈമാനോടുകൂടിയും ഇഹ്തിസാബ് വിചാരണാബോധത്തോടുകൂടിയും നിർവഹിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിട പറയുന്ന റമദാനിനെ നമുക്ക് വിട പറയുമ്പോൾ അതിനു മുമ്പായി അള്ളാഹുവിനോട് ചോദിക്കേണ്ടതെല്ലാം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അറിയാത്തവർ അത് പഠിക്കണം. നെറ്റിൽ കയറി സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നടിച്ചു കൊടുത്താൽ അത് കിട്ടും. നമ്മുടെ മീഡിയകളൊക്കെ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ട ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت وأعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء لك ذنبي فاغفر لي لا يغفر الذنوب إلا أنت. ഇതാണ് ആ പ്രാർത്ഥന. اللهم അല്ലാഹുവേ അൻത റബ്ബി, നീയാണ് എൻ്റെ രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹില്ല. ഖലഖതനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് വ അന അബ്ദുക, ഞാൻ നിന്റെ മാത്രം അടിമയാണ്. വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, ഞാൻ നിന്നോടുള്ള കരാറുകൾ, ബാധ്യതകളൊക്കെ കഴിവിന്റെ പരമാവധി പൂർത്തീകരിച്ചിട്ടുണ്ട്. വഅഊദു ബിക മിൻ ശർരി മാ സനഅതു,
ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. വഅബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന എല്ലാ സൗഭാഗ്യങ്ങളെയും നിഅമത്തുകളെയും ഞാൻ സമ്മതിച്ച് അംഗീകരിക്കുന്നു. വഅബൂഉ ലക ദംബി, എന്റെ പാപങ്ങളെയും ഞാൻ നിന്നോട് ഏറ്റുപറയുന്നു. ഫഗ്ഫിർലി, അതുകൊണ്ട് നീ എനിക്ക് പുറത്തുകൊണ്ട റബ്ബേ, എന്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തുകൊണ്ട. ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ എന്റെ പാപങ്ങൾ പുറത്തു തരാൻ മറ്റാരുമില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പ്രാർത്ഥന ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ രാത്രി മരിച്ചാലും പകൽ മരിച്ചാലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിന് വേണ്ടി ഇനിയുള്ള സമയങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. പരിശുദ്ധ റമദാൻ വിട പറയാനിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അവസാനത്തെ 10 പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, എന്നെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്നും അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നരകത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേനൽ ചൂടിൽ മദീനയുടെ തെരുവീതിയിലൂടെ നട്ടുച്ച സമയത്ത് ഓടിക്കൊണ്ട് സമൂഹത്തെയും സമുദായത്തെയും പഠിപ്പിച്ചു. അന്നാറു അശദ്ദു ഹർറാ, നരകത്തിന്റെ ചൂട് അതികഠിനമാണ് കേട്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. നരകത്തിൽ അങ്ങോട്ട് ചെന്നാൽ പിന്നെ നമുക്കറിയാം, നരകത്തിൽ തീയിന്റെ പുതപ്പ്, തീയിന്റെ വിരിപ്പ്, കുടിക്കാനുള്ളത് ചീഞ്ഞളിഞ്ഞ ജലം മാത്രമാണ്, ചുട്ടുപൊള്ളുന്ന വെള്ളമാണ്. ദാഹം കൊണ്ട് പ്രയാസപ്പെടുന്ന മനുഷ്യൻ വശാരിബൂന ശുർബൽ ഹീം, ഒട്ടകം മോന്തി കുടിക്കുന്നത് പോലെ അങ്ങോട്ട് കുടിക്കും. അതോടുകൂടി അവന്റെ ആമാശയമടക്കം കരിഞ്ഞു പോവുകയാണ് ചെയ്യുക. നരകത്തിന്റെ കാവൽക്കാരായ ധാരാളം മലക്കുകളുണ്ട്. നരകത്തിൽ നിന്ന് നീന്തി രക്ഷപ്പെടാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ വലിയ വലിയ ദണ്ഡുകൾ കൊണ്ട് കുന്തം ഉപയോഗിച്ച് കുത്തി അതിലേക്ക് തന്നെ ഇടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ നരകത്തെക്കുറിച്ചുള്ള ചിത്രങ്ങൾ കണ്ടുകൊണ്ട് വേണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. പടച്ചോനെ, എന്നെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാവട്ടെ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു സഹോദരനെ കൊണ്ടുവന്ന് അവന് തീയിന്റെ 2 ചെരുപ്പുകൾ ധരിക്കാൻ കൊടുക്കുന്നു. അവൻ ആ ചെരുപ്പ് ഇടുന്നതോടുകൂടി, ചെരുപ്പ് ധരിക്കുന്നതോടുകൂടി അവന്റെ തലച്ചോറിങ്ങനെ ഉരുളിയിൽ എണ്ണ തിളക്കും പോലെ തിളക്കുകയാണ്. അവന്റെ കണ്ണിലൂടെയും കാതിലൂടെയും തീയുടെ കരിയും പുകയും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ വായിലൂടെയും തീനാളങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യന്റെ ആന്തരികമായ മുഴുവൻ അവയവങ്ങളും അവന്റെ കാലിലൂടെ താഴേക്ക് ഉതിർന്നു വീഴുകയാണ്. ആ മനുഷ്യൻ പ്രയാസപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, കരുണാവാരിധിയായ നാഥ, ഇത്ര വലിയ ശിക്ഷയാണോ നീ എനിക്ക് തരുന്നത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹ് പറയുമത്രേ, നരകത്തിലെ ഏറ്റവും ഡോസ് കുറഞ്ഞ ശിക്ഷയാണത് എന്നാണ്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ. നരകത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിയാൽ മാത്രമേ പ്രിയമുള്ളവരെ നമ്മൾ വിജയികളായി, ജീവിതം കൊണ്ട് വിജയിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യനും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളുടെ എല്ലാ പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു നൽകും. ഫമൻ സുഹിസിഹ അനിൻ നാരി വഉദ്ഖില ജന്നത ഫഖദ് ഫാസ്, ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിയോ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ ചരക്ക് മാത്രമാണ് ദുനിയാവ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ദുനിയാവിനോട് സമീപിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ. സ്വർഗത്തിന് വേണ്ടിയിട്ടും നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടതുണ്ട്. സ്വർഗത്തിന്റെ എല്ലാ സുഖാനുഭൂതികളെ കുറിച്ചും അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, എന്റെ കാരുണ്യത്തിന്റെ 100% കാരുണ്യം കൊണ്ട് നിറക്കപ്പെട്ട ഒന്നാണ് സ്വർഗം എന്ന് പറയുന്നത്. ആകാശ ഭൂമി ലോകങ്ങളോളമാണ് അതിന്റെ വിശാലത എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിന്റെ കാലിന്റെ ചുവടുണ്ടല്ലോ, അതാണ് ആ സ്വർഗം പണിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല
തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രദേശം എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ സ്വർഗം നിങ്ങൾ ചോദിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് ആണ് ചോദിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചു. അർശിന്റെ തൊട്ടു താഴെയുള്ള സ്ഥലമാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ചാരത്തിരിക്കാൻ, സ്വർഗത്തിൽ താമസിക്കാൻ വേണ്ടി റബ്ബിനോട് ചോദിക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, എന്നെ നീ സ്വർഗത്തിലെത്തിക്കണേ എന്ന് പറയുമ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള ഈ ചിത്രങ്ങൾ മുഴുവൻ നമ്മുടെ മനസ്സിലുണ്ടാകണം. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത്. ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇഅ്തികാഫ് നിർവഹിക്കുന്നത്. ആ സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്നത്തെ ജുമുഅയിൽ പങ്കെടുത്തിട്ടുള്ളത്. അള്ളാഹുവിനോട് പറയണം, നാഥാ, എന്റെ ജീവിതം ഞാൻ നിനക്ക് സമർപ്പിക്കുമ്പോൾ എന്റെ ആകെയുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് സ്വർഗം മാത്രമാണ്. അത് നീ എനിക്ക് നൽകണമേ എന്ന് റബ്ബിനോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. സ്വർഗത്തിൽ കിട്ടുന്ന വസ്ത്രത്തെക്കുറിച്ചും, സ്വർഗത്തിലുള്ള മണ്ണിനെ കുറിച്ചും, സ്വർഗത്തിലെ പാനീയങ്ങളെക്കുറിച്ചും, സ്വർഗത്തിൽ കിട്ടാവുന്ന ഫലങ്ങളെക്കുറിച്ചൊക്കെ പരിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന സ്വീകരിക്കുന്ന ഈ വേളയിൽ സ്വർഗത്തിന് വേണ്ടി നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ കഴിയണം. എന്താണ് സ്വർഗത്തിലെ വസ്ത്രം എന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ചില കവിതകളിലൂടെയും ചില വരികളിലൂടെയും ഒക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ അത് നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ സ്വർഗത്തിൽ എന്തൊക്കെ ഉണ്ടാവുക, ധരിക്കാൻ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ധരിക്കാനതിൽ കൊടുക്കുന്ന തുണിയും സുന്ദുസാ, അൽഹംദുലില്ലാഹ് ജീവിതം എന്തെന്തസാ. സുന്ദൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പട്ടിന്റെ വസ്ത്രമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. അതൊക്കെ ധരിച്ചിട്ടുള്ള സ്വർഗത്തിൽ ജീവിതം ഒരു അന്തസ്സുള്ള, അഭിമാനമുള്ള ജീവിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് അവിടെ കുടിക്കാനുള്ളത്? കുടിക്കുന്ന ജലമിൽ ചേർത്തിടും കാഫൂറ, കലരാത്ത തേനൊലിക്കുന്നതാണൻഹാറ. തേനിന്റെ നദികൾ അവിടെ ഉണ്ടാകും, പാലിന്റെ നദികൾ അവിടെ ഉണ്ടാകും, കർപ്പൂരം കലർത്തിയ വെള്ളം, അങ്ങനെയുള്ള മിസ്ക്, അങ്ങനെയുള്ള കാഫൂറിൻ്റെതായ നദിയും അവിടെ ഉണ്ടാവും. 4 നദികൾ സ്വർഗത്തിലുണ്ടാകും. 4 നദികളും പുറപ്പെടുന്നത് ജന്നാത്തുൽ ഫിർദൗസിന്റെ അടിഭാഗത്തു നിന്നാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിന്റെ ഉള്ളറയും സ്വർഗത്തിന്റെ മുറ്റമൊക്കെ നല്ല പവിഴമായിരിക്കും എന്നും പറഞ്ഞു തരുന്നുണ്ട്. പുറത്തുള്ള മണ്ണും ചരൽ മിസ്കും ജൗഹറാ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറ. പുറത്തന്നെ ഉള്ളത് നല്ല മുത്തും പവിയൊക്കെ ആയിരിക്കും. പിന്നെ സ്വർഗത്തിന്റെ ഉള്ളറയെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. എല്ലാ ഫലവർഗങ്ങളും പഴവർഗങ്ങളും സ്വർഗത്തിൽ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുമ്പോഴേക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ എന്നെന്നും ജീവിക്കാം. ഇവിടെ നമ്മളെല്ലാം കഴിച്ചാൽ കുറെ കാലം ജീവിക്കാമല്ലോ, ഏറിയ 70 വയസ്സ്, അല്ലെങ്കിൽ 100 വളരെ കുറവാണ്. ആദം നബിയുടെ കാലത്ത് 1000-1500 ആയുസ്. നൂഹ് നബിന്റെ കാലത്ത് അത് 1000-1500 നിലനിന്നു. ഇപ്പൊ ആയുസ് 60 അല്ലെങ്കിൽ 63, ഏറിയാൽ 70. ഇങ്ങനെയാണ് ഇന്നത്തെ മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അവിടെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹിദമത്തിനായി കുറെ കുട്ടികൾ അവിടെ ഉണ്ടാവും എന്ന് പഠിപ്പിക്കുന്നു. ഹിദമത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് തോന്നും നല്ല കൗതുകമുത്തുകൾ, താരാട്ടുപാടാൻ തോഴികൾ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട്. ഈ റബ്ബിനോട് സ്വർഗം നമുക്ക് ചോദിക്കണം. ആമീൻ എന്ന് പറയണം. അല്ലാഹു നമുക്ക് സ്വർഗം ഇൻഷാ അല്ലാഹ് സ്വർഗം നമുക്ക് നൽകും. പണമില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിൽ
അതിലേക്ക് നീയൊരു പാസ് താമന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. മൗത്തിന്റെ സമയം മുഅ്മിനായി മരിപ്പിക്കണേ, സമയം ഷഹാദത്തെന്ന നിധിയും നൽകണേ. ഷഹാദത്ത് കലിമ ചൊല്ലി സ്വർഗം മരിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കുടുംബത്തോടെ സമ്മേളിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നരകത്തിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചും സ്വർഗപ്രവേശനത്തെക്കുറിച്ചും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിച്ചുകൊണ്ടിരിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് പറഞ്ഞു, റസൂലേ, ഈ റമദാനിന്റെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ പ്രത്യേകിച്ച് വല്ല പ്രാർത്ഥനയുമുണ്ടോ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട്. അതാണ് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക തീർച്ചയായും നീ അഫൂൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് ഫഅഫു അന്നി എന്നോട് നീ വിട്ടുവീഴ്ച കാണിക്കണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വീട്ടിൽ, നാട്ടിൽ, കുടുംബത്തിൽ ആളുകളോടെല്ലാം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് വേണം അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ. ആളുകളോട് വിട്ടുവീഴ്ച കാണിക്കാൻ നമുക്ക് കഴിയണം. ആരെല്ലാം എന്തെല്ലാം നമുക്കെതിരെ ചെയ്തിട്ടുണ്ടെങ്കിലും, ആരൊക്കെ നമ്മൾക്കെതിരെ എന്തെല്ലാം പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിലും, ആളുകൾ ഇനി ഒരു കത്തിയെടുത്ത് നമ്മളെ വെട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അവനോട് പുറത്തു കൊടുക്കാൻ, അവന് മാപ്പ് കൊടുക്കാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ വേളയിൽ വൃദ്ധനായ ഒരു മനുഷ്യൻ വടിയും കുത്തിപ്പിടിച്ച് പ്രവാചകന്റെ മുന്നിൽ വന്ന് ചോദിച്ചു, പ്രവാചകനെ, ഇന്നിപ്പോ ശത്രുക്കളായ ഞങ്ങളെയൊക്കെ നിങ്ങൾ കൊല്ലുമായിരിക്കും അല്ലേ? അഷ്റഫുൽ ഖൽഖിന്റെ മറുപടി, എല്ലാവരെയും ഇന്ന് വെറുതെ വിടാൻ തീരുമാനിച്ചിരിക്കുന്നു, എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. അപ്പൊ ആ വൃദ്ധനായ മനുഷ്യൻ ചോദിച്ചു, നിങ്ങളെ അപഹസിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും നിങ്ങൾക്കെതിരെ കവിത രചിച്ച് എഴുതി നാട്ടിൽ പ്രചരിപ്പിച്ചിരുന്ന കഅബിന് നിങ്ങൾ പുറത്തു കൊടുക്കുമോ? കാരുണ്യത്തിന്റെ പ്രവാചകന്റെ മറുപടി, കഅബിനും ഞാൻ പുറത്തു കൊടുക്കും. അപ്പൊ ആ വയോവൃദ്ധനായ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് തന്റെ വെപ്പ് താടിയെടുത്ത് ഒഴിവാക്കി, തന്റെ തലയിലെ തൊപ്പിയും എടുത്ത് ഒഴിവാക്കി, പ്രച്ഛന്ന വേഷം ഒഴിവാക്കി പ്രവാചകന്റെ മുന്നിൽ നിന്നു. അതായിരുന്നു കഅബ്. പ്രവാചകനെതിരെ പാട്ടുപാടിയിരുന്ന കഅബ് പ്രച്ഛന്ന വേഷത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്. റസൂൽ ചോദിച്ചു, കഅബേ, എന്തിനാണ് ഇതിന്റെ ആവശ്യം? നേരിട്ട് വന്ന് ചോദിച്ചാൽ പോരായിരുന്നോ? അല്ല, ഇത് ഒരുപക്ഷെ നിങ്ങളുടെ പ്രസ്ഥാനം വിജയിച്ച ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ മനസ്സിലേക്ക് മക്കയിലെ മുഴുവൻ മനുഷ്യരുടെയും മനസ്സ് മാറിയ ദിവസമായതുകൊണ്ട് നല്ല ബേജാറുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ചോദിച്ചു, റസൂലേ, ഞാൻ നിങ്ങൾക്ക് എന്താണ് നൽകേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ 2 വരി പാടൂ കഅബേ. കഅബ് റളിയല്ലാഹു അൻഹു നബിയെ വാഴ്ത്തി പാടിയില്ല. കാരണം വാഴ്ത്തിയും പുകഴ്ത്തിയും പാടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ്. നമ്മളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ജാക്കറ്റ് ഇങ്ങനെ പൊന്തിച്ചാൽ നമ്മളിങ്ങനെ ഭയങ്കര ഉഷാറായിട്ട് ഇങ്ങനെ പോകും. റസൂലുള്ളാഹിക്ക് അങ്ങനെ പൊക്കുന്നത് അത്ര വല്ല ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഏതോ ഒരുത്തനും ഒരുത്തിയുടെയും പ്രണയകാവ്യത്തിന്റെ 3-4 വരികൾ അദ്ദേഹം അങ്ങോട്ട് പാടി. അതിന്റെ അർത്ഥമൊക്കെ പാടെ കേട്ടാൽ ചിലപ്പോൾ ആകെ പ്രശ്നമായി പോകും. അതുകൊണ്ട് അറബി ഇത് ഞാൻ ഉദ്ധരിക്കുന്നില്ല, പാട്ടങ്ങോട്ട് പാടി. പാടുന്നവന്റെ സ്വാതന്ത്ര്യമാണ് പാടുക എന്നത്, കേൾക്കുന്നവൻ സൗകര്യമുണ്ടെങ്കിൽ കേട്ടാൽ മതി. റസൂൽ അത് കേട്ടു. ഏതോ ഒരു പ്രണയകാവ്യത്തിന്റെ 3-4 വരികൾ. പ്രവാചകൻ ചോദിച്ചു, കഅബേ, എന്റെ അനുയായിയാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ചോദ്യം മനസ്സിലായോ? മുസ്ലിമാകാൻ നിനക്ക് താല്പര്യമുണ്ടോ? കഅബ് പറഞ്ഞു, ഒരു 3 മാസം ഞാൻ ആലോചിച്ചിട്ട് പറയാം. റസൂൽ പറഞ്ഞു, 3 അല്ല, 5, 6, 7 മാസം നിനക്ക് ആലോചിക്കാം. ഇമ്മ ശാക്കിറൻ വ ഇമ്മ കഫൂറ. അള്ളാഹ് കീഴ്പ്പെട്ട് ജീവിക്കാം, കീഴ്പ്പെടാതെ ജീവിക്കാം. രണ്ടിനും സ്വാതന്ത്ര്യം അള്ളാഹ് നൽകിയത് കൊണ്ട് 1 മാത്രം ഞാൻ ഓപ്ഷനായി പറയുന്നില്ല എന്ന് കഅബിനോട് പറഞ്ഞു. ഇതാണ് അഷ്റഫുൽ ഖൽഖിന്റെ അഫൂ. ഇങ്ങനെ ഒരു അഫൂവിലേക്ക് നമ്മൾ ഉണ്ടായാൽ, നമ്മൾ മരിച്ചാലും ഒരാൾ ഇങ്ങനെ ഒരു അഫൂവിനെ കുറിച്ച് പറഞ്ഞാൽ, ലാ ശക്ക ഫീഹി ലാ ജറമ ഫീഹി, ഒരു ശക്കുമില്ല, ഒരു സംശയമില്ല, അള്ളാഹുവിന്റെ സ്വർഗ്ഗം നമുക്ക് ലഭിക്കും. ഉണ്ടോ ആരുടെങ്കിലും മനസ്സിൽ പകയുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണം. ഇന്ന് ജുമാഅത്തിന് ശേഷം പോയി കണ്ട് പുറത്തു കൊടുക്കണം. എന്നെങ്ങനെ പേടിച്ച് ബേജാറായി ജീവിക്കുന്നു വേണ്ട. എനിക്ക് എന്നോടൊന്നുമില്ല.
നീ എന്നോട് ചെയ്തത്, എന്റെ പിതാവിനോട് ചെയ്തത്, എന്റെ മകനോട് ചെയ്തത്, മകളോട് ചെയ്തത് എല്ലാം ഞാൻ പുറത്തു തന്നിരിക്കുന്നു. വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറഞ്ഞ അമൽ സ്വാലിയാത്ത് ചെയ്യണമെങ്കിൽ സഹോദരന്മാരെ ആരെങ്കിലും ഇങ്ങോട്ടൊരു അക്രമം നടത്തണ്ടേ? നിങ്ങൾ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ കൂടെ വിട്ടുവീഴ്ച ചെയ്യാതെ അമൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങോട്ട് വല്ലതും ചെയ്താലേ അത് പറ്റുള്ളൂ. ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് ഒരു മുസ്ലിമായ സഹോദരന്റെ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് അഭയം നൽകണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഡോറ് തുറന്നു കൊടുത്ത് അഭയം നൽകി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾക്കൂട്ടം വന്നിട്ട് പറഞ്ഞു, ഇയാളെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന്. എന്റെ വീട്ടിലേക്ക് അഭയം തേടി വന്ന ഒരാളെ ഞാൻ വിട്ടുതരില്ല എന്ന് പറഞ്ഞു. അയാൾ ഒരാളെ കൊന്നിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, കൊന്നിട്ടാണ് ഇയാൾ വന്നതെങ്കിലും ഇയാൾ എന്നോട് അഭയം ചോദിച്ചിരിക്കുന്നു, എന്റെ വീട്ടിലാണ്, ഞാൻ അയാളെ പുറത്തു തരില്ല. അപ്പൊ അവര് പറഞ്ഞു, അയാൾ ആരെയാണ് എന്നറിഞ്ഞാൽ നിങ്ങൾ അയാളെ ഞങ്ങൾക്ക് വിട്ടുതരും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിശ്വാസിയായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ വിട്ടുതരില്ല, നിങ്ങളുടെ പേരക്കുട്ടിയെ കൊന്നിട്ടാണ് ഈ ചെറുപ്പക്കാരൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ മുഅ്മിനായ വീട്ടിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, അല്പം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ആ ചെറുപ്പക്കാരനെ പുറത്തേക്ക് ഇറക്കിയിട്ട് പറഞ്ഞു, ഇനി മുതൽ ഈ ചെറുപ്പക്കാരനാണ് എന്റെ പേരക്കുട്ടി. ഇതാണ് ഇസ്ലാമിന്റെ വിട്ടുവീഴ്ചയുടെ മറ്റൊരു പാഠം. ഉണ്ടോ മനസ്സിൽ കിബർ? ഉണ്ടോ മനസ്സിൽ അസൂയ? ഉണ്ടോ മനസ്സിൽ പക? പ്രിയമുള്ളവരെ, ഒരു നേട്ടവുമില്ലാത്ത ഒന്നാണ്. അതിന് റമദാൻ വിട പറയുമ്പോഴേക്ക് 6 അടി മണ്ണിലേക്ക് നമ്മൾ യാത്ര തിരിക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ ഉപേക്ഷിച്ചു പോകാൻ കഴിയണം. അതിന്റെ ഒരു ലവലേശം, ഒരു ഉറുമ്പിന്റെ കാലിന്റെ അത്ര പോലും, അളവ് പോലും ആളുകളോടുള്ള വെറുപ്പ് ഭൂമിയിൽ വെച്ചുകൊണ്ട് പോയാൽ പരലോകത്തെത്തിയാൽ നമുക്കൊരു രക്ഷയും ഉണ്ടാവില്ല. ഇതൊക്കെ വെച്ചുകൊണ്ട് വേണം തഹജ്ജുദ് നമസ്കാരത്തിൽ, സുന്നത്ത് നമസ്കാരങ്ങളിൽ സുജൂദിൽ കിടന്ന് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ചിന്തകളും ഇങ്ങനെയുള്ള സ്വപ്നങ്ങളും ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതുകൊണ്ട് അല്ലാഹുമായി കൂടുതൽ അടുക്കാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ, സ്വർഗത്തെ ആവശ്യപ്പെടാൻ, നരകത്തിൽ രക്ഷപ്പെടാൻ, ഇഅ്തികാഫുകൾ നിർവഹിച്ച് അല്ലാഹുമായി കൂടുതൽ അടുക്കാൻ ഇനിയുള്ള ദിനരാത്രങ്ങളെ പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഇന്നെത്രയാണ് നോമ്പ്? ചോദിച്ചാൽ ഉത്തരം പറഞ്ഞാല് നോമ്പ് ജുമാ പാസിലൊന്നുമില്ല. എത്ര നോമ്പ്? 26. എത്ര നോമ്പ് കിട്ടി? അതെ, 26 നോമ്പ് കഴിഞ്ഞു. 26ാമത്തെ നോമ്പിൽ ആണ് നമ്മളുള്ളത്. 26 കഴിഞ്ഞു, 27ാണ് നമ്മളുള്ളത്, അല്ലേ? പക്ഷെ എത്ര കിട്ടി എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും മൗനികളാണ്, അല്ലേ? 26 കഴിഞ്ഞു, 26 നോമ്പും കിട്ടിയോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നാവില്ലാത്തത് കൊണ്ടല്ല, കിട്ടിയോ എന്ന് നമ്മൾ നമ്മോട് ചോദിക്കും. ഇതിനെയാണ് ഇഹ്തിസാബ് ബോധം, സ്വയം വിചാരണാ ബോധം എന്ന് പറയുന്നത്. അതുകൊണ്ട് കഴിഞ്ഞുപോയ നോമ്പിന്റെ എല്ലാ പാളിച്ചകളും പോരായ്മകളും പരിഹരിച്ചു കിട്ടി. 30 നോമ്പിന് നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകിയാൽ 30 നോമ്പിന്റെയും പ്രതിഫലം കിട്ടാനുള്ള വഴിയാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫിത്ർ സക്കാത്തിന്റെ വഴിയിലേക്ക് ഇനി നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. റമദാൻ അവസാനിക്കുന്നതോടുകൂടി എല്ലാ മുസ്ലിങ്ങളുടെ മേലും നിർബന്ധമായ ദാനമാണ് സക്കാത്തുൽ ഫിത്ർ. എന്താണ് ഫിത്ർ സക്കാത്തും സക്കാത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, സക്കാത്ത് കൊടുക്കേണ്ടത് മുസ്ലിം സമ്പന്നരായ ആളുകളുടെ ബാധ്യതയാണ്. ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ബാധ്യതയാണ്. തനിക്കും എന്റെ കുടുംബത്തിനും തന്റെ കുടുംബത്തിനും ഒരു ദിവസം ജീവിക്കാൻ ആവശ്യമായ ആഹാരം എടുത്തു വെച്ച് ബാക്കി എന്തുണ്ടോ അവശേഷിക്കുന്നോ അവർക്കെല്ലാം ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു റസൂൽ അത് ഫറദാക്കിയിരിക്കുന്നു, അതുകൊണ്ട് അത് കൊടുക്കണം, എല്ലാവരും കൊടുക്കണം. നമ്മൾ 80 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്, സംഘടിതമായിട്ടാണ് അത് കൊടുക്കേണ്ടത്. സക്കാത്തിന്റെ അവകാശികൾക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇനിയും സംഘടിതമായ സക്കാത്തിൽ നമ്മുടെ പള്ളിയുമായി ചേർന്ന് കൊടുക്കാനുള്ള ആളുകൾ ആരുടെ കയ്യിലാണ് കാശ് ഏൽപ്പിക്കേണ്ടതെന്ന് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്റെ നോമ്പിലെ പാളിച്ചകൾ പോരായ്മകൾ പരിഹരിച്ചു കിട്ടാനാണ് എന്ന വിശ്വാസത്തോട് കൊടുക്കണം. ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ഒന്ന്, അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾക്കുള്ള ശുക്റാണ്. മൂന്നാമതായി നമ്മളത് കൊടുക്കുന്നത് മുസ്ലിങ്ങൾ പരസ്പരം ഒന്നും കൂടെ അടുപ്പിക്കുകയാണ്. അഥവാ സംഘടിതമായി കൊടുക്കുന്നതോടുകൂടി 4 ആള് ആകെ എന്നും എല്ലാ വർഷം 2 ആൾ പോയി അരിച്ചാൽ കൊണ്ടുവരാൻ, ആ ആളെന്നെ എന്നും അളക്കുക, അങ്ങനെ ആകരുത്. അരി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ടീം തന്നെ പോകണം.
അളന്നു കൊടുക്കാൻ വേണ്ടി ആളുകൾ ഉണ്ടാകണം. ഒരാളിങ്ങനെ കവർ പിടിച്ചു കൊടുക്കുക, ഒരാൾ അളക്കുക, ഒരാൾ ഇടുക, ഒരാൾ കിറ്റുകൾ എണ്ണി നോക്കുക, ഒരാൾ ലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഇങ്ങനെ പള്ളിയിൽ അവസാനം ആവുമ്പോഴേക്ക് നമ്മളെല്ലാവരും സജീവമാകണം. ഫിത്ർ സക്കാത്തിന്റെ മറ്റൊരു ലക്ഷ്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തുഅമത്തുൽ മസാക്കീൻ. നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ഒരൊറ്റ കുട്ടിയും പട്ടിണി കിടക്കാൻ പാടില്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ, പട്ടിണിയില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഇസ്ലാമിക ദർശനത്തിന് മുസ്ലിങ്ങൾക്ക് കഴിയും എന്ന് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് ഫിത്ർ സക്കാത്ത്. വേറെ രീതിയിൽ നിന്റെ ഫിത്ർ സക്കാത്ത് ഞാൻ എന്റെ പെണ്ണുങ്ങൾക്ക് കൊടുത്ത്, പെണ്ണുങ്ങൾ ഉമ്മാക്ക് കൊടുത്ത്, ഉമ്മ താത്താക്ക് കൊടുത്ത്, താത്ത അനിയന് കൊടുത്ത്, ഇങ്ങനെ ഒരു കറങ്ങുന്നുണ്ട് കേട്ടോ. ഇതിന് ഫിത്ർ സക്കാത്ത് എന്ന് പറയില്ല. ഇത് അള്ളാഹുവിനെ ഒരുമാതിരി ആക്കലാണ്, അള്ളാഹുവിനെ പരിഹസിക്കലാണ്, ദീനിന്റെ ഒരു ചിഹ്നത്തെ ഇല്ലാതാക്കലാണ്. അതുകൊണ്ട് അത് സംഘടിതമായി തന്നെ കൊടുക്കണം. അപ്പൊ എന്താ കൊടുക്കാൻ തീരുമാനിച്ചത്? അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി കൊടുക്കേണ്ടത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യവം, അതുപോലെ തന്നെ കാരക്കയാണ് കൊടുത്ത്, ഈത്തപ്പഴം കൊടുത്ത്. കാരണം അവിടുത്തെ മുഖ്യ ആഹാരം അതായതുകൊണ്ടാണ്. ഹദീസ് പിൻപറ്റുകയാണെങ്കിൽ അത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെയാണ് ഫിഖ്ഹ് വരുന്നത്, അവിടെയാണ് പണ്ഡിതന്മാരുടെ ഗവേഷണം വരുന്നത്. എന്താണ് അവിടെ ഇജ്തിഹാദ് വരുന്നത്? ഇവിടെ കൊടുക്കേണ്ടത് ഈത്തപ്പഴമല്ല, അവിടെ കൊടുക്കേണ്ടത് എന്താണ്? അരിയാണ്. അപ്പൊ നമ്മൾ തോന്നുന്നു നമ്മളെല്ലാവരും നെയ്ച്ചോറ് ആണെന്ന് വെക്കുന്നതെങ്കിൽ, ബിരിയാണി ആണെങ്കിൽ ആ അരി എല്ലാവരും കൊടുക്കട്ടെ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ തീരുമാനിക്കാം, നടപ്പിലാക്കാവുന്നതാണ്. അത് കൊടുക്കണം. കൊടുക്കേണ്ട സമയത്തെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എപ്പോഴാണ് കൊടുക്കേണ്ടത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകൾ ഈദ്ഗാഹിന് പോകുന്നതിന് മുമ്പായി കൊടുക്കണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 28ാമത്തെ നോമ്പിനും 29ാമത്തെ നോമ്പിനും കൊടുത്തിരുന്നു സ്വഹാബിമാർ. റമദാൻ 1 മുതൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം അതാണ്. റമദാൻ വരുന്ന മുമ്പ് തന്നെ കൊടുക്കാമെന്നാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം ഒരു പെരുന്നാളിന്റെ 1-2 മുമ്പ് അതാണ് ശ്രേഷ്ഠം എന്നാണ്. നമ്മളിപ്പോ ഏതാ പിൻപറ്റാറുള്ളത്? പെരുന്നാളിന് 1-2 ദിവസം മുമ്പായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഫിത്ർ സക്കാത്ത് ഇങ്ങനെ കൊടുത്തിങ്ങനെ വന്ന് സംഘടിതമായി കൊടുത്ത് ഒക്കെ കഴിഞ്ഞിങ്ങനെ വന്ന് 11 മണിക്ക് കടന്നുറങ്ങാൻ നേരത്താണ് അനിയൻ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഭാര്യ ഏതായാലും അഡ്മിറ്റാക്കി നമ്മൾ പോകുന്നതാണ് പ്രസവത്തിന്. ഭാര്യ പ്രസവിച്ചു, ഒരു കുട്ടി ഉണ്ട്, ആണാവട്ടെ പെണ്ണാവട്ടെ, ആ വിവരം 11 കിടക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നതെങ്കിൽ ആ കുട്ടിക്ക് എന്ത് കൊടുക്കണം? ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അപ്പൊ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് ഫിത്ർ സക്കാത്ത്. വല്യമ്മപ്പോ ഇങ്ങനെ ഫിദിയ കൊടുത്തിട്ടുണ്ട് 30 നോമ്പിന്. അപ്പൊ ഞാൻ വല്യമ്മക്ക് നോമ്പ് അതോടുകൂടി കിട്ടുമല്ലോ. അപ്പൊ വല്യമ്മാന്റെ പേരിൽ നീ ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്ന് ചോദിക്കണ്ട. കൊടുക്കണം, കൊടുത്തേ പറ്റും. 200-200 അരി കൊടുക്കുന്നത് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും മുടക്കൊന്നുമില്ല. പക്ഷെ കിട്ടാവുന്ന എന്താണ്? 30 നോമ്പിന്റെ കേടുകളൊക്കെ തീർത്ത് അമൽ സ്വാലിഹാത്തായി ഈ റമദാനിലെ നോമ്പ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഇതാണ് പറയാനുള്ളത്. ഇനി ഒരാള് ഈദ്ഗാഹിലൊക്കെ പോയി വീട്ടിൽ വന്ന് ചോറൊക്കെ തിന്ന് വിശ്രമിച്ച് അസർ നിസ്കരിക്കാൻ നേരത്താണ് ഫിത്ർ സക്കാത്ത് കൊടുക്കണമെങ്കിൽ അത് ഫിത്ർ സക്കാത്തല്ല, അത് സ്വതക്ക മാത്രമാണ്. ഫിത്ർ സക്കാത്തിന്റെ ഫലം അതിന് കിട്ടുകയില്ല. ദാനം ചെയ്താലുള്ള ഫലം മാത്രമേ അതിന് കിട്ടുകയുള്ളൂ. മറ്റൊരു കാര്യം പറയാനുള്ളത് ഈദ്ഗാഹുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന പോലെ IEC-യുടെ മുറ്റത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് എന്നാണോ പെരുന്നാള് അന്ന് രാവിലെ 8 മണിക്കായിരിക്കും നമ്മുടെ ഈദ്ഗാഹ്. കുടുംബത്തോടു കൂടി മക്കളെ കൂട്ടി ഭാര്യമാരെയൊക്കെ കൂട്ടിയിട്ടാണ് വരേണ്ടത്. ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും, ഞങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകളും പോയിരുന്നു എങ്ങോട്ട്? ഈദ്ഗാഹിന്. നമസ്കരിക്കാൻ പാടില്ലാത്ത സ്ത്രീകളായ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ മാസമുറയുള്ള സ്ത്രീകൾ പോകും. എന്നിട്ട് ഞങ്ങൾ തക്ബീറുകൾ ഞങ്ങളും ചൊല്ലും, പ്രവാചകന്റെ പ്രസംഗം ഞങ്ങൾ കേൾക്കും, നമസ്കാരത്തിൽ ഞങ്ങൾ വിട്ടുനിൽക്കും, മറ്റു കുട്ടികളുമായി വന്ന സ്ത്രീകളുടെ കുട്ടികളെ ഞങ്ങൾ കളിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും സമ്മേളിക്കേണ്ട ഒരു പരിപാടിയാണ് ഈദ്ഗാഹ് എന്ന് പറയുന്നത്. ഇന്നിപ്പോ 27 കൂടി അതുകൊണ്ട് പരമാവധി നമ്മൾ പള്ളിയിൽ തന്നെ ഒരുമിച്ച് കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തണം. 27 നമ്മൾ ഗ്രൗണ്ടിലല്ല നിൽക്കേണ്ടത്, നമ്മൾ പള്ളിയിലാണ്. പെരുന്നാളായി കഴിഞ്ഞ മാസപ്പുറയിൽ കണ്ടാൽ പള്ളിൻ്റെ ഉള്ളിലല്ല, പുറത്താണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ഇതൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയാണ്. അതുകൊണ്ട് ഈദ്ഗാഹിന് വേണ്ടിയിട്ട് എങ്ങനെ വരണം? സയ്യിനു അഹിയാദക്കും ബിത്തക്ബീർ, തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് ഈദ്ഗാഹിന് വേണ്ടി പുറപ്പെടേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ആഘോഷങ്ങളെ തക്ബീറുകൾ കൊണ്ട് അലങ്കരിക്കുകയും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ യാചിച്ച് നടന്ന് കിട്ടിയ പൈസ കൊണ്ടൊക്കെ വീട്ടിൽ വന്നിട്ട് പടക്കം പൊട്ടിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ വീട്ടിൽ വേണ്ട. പടക്കത്തിന്റെ ശബ്ദങ്ങൾ നമ്മുടെ വീട്ടിൽ വേണ്ട.
അപ്പോൾ ചോദിക്കും പൂത്തിരി കത്തിച്ചോട്ടെ, അതൊന്നും ഞാൻ എതിർക്കണമൊന്നുമില്ല. കുട്ടികൾക്ക് സന്തോഷങ്ങളാവാം, ആഘോഷങ്ങളാവാം. പക്ഷേ നമ്മുടെ സംസ്കാരത്തെ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ആഘോഷം എന്ന് പറയുന്നത്. അതിൽ നമുക്കൊരു ദൂർത്ത് വേണ്ട, ദുർവയം വേണ്ട, അനാവശ്യമായ ഒന്നും നമുക്ക് വേണ്ടതില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. ഈ ഈദ്ഗാഹിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ പരമാവധി മുസല്ലയൊക്കെ എല്ലാവരും കയ്യിൽ കരുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നമ്മളിപ്പോൾ ബാംഗ്ലൂരിലേക്ക്, മദ്രാസിലേക്ക് ഒരു ഇന്റർവ്യൂവിന് പോകണം, മോൻ്റെ ഒരു അഡ്മിഷന് വേണ്ടി. എന്തൊക്കെ നമ്മൾ കയ്യിൽ കരുതുക അല്ലേ? ഇതാകെ കൊല്ലത്തിൽ 2 പെരുന്നാളുള്ളത്. അപ്പോൾ ആ പെരുന്നാളിന് വരുമ്പോൾ എല്ലാവരും ഒരു മുസല്ല കയ്യിൽ കരുതാൻ വേണ്ടി ശ്രമിക്കുക. പേപ്പർ വിരിച്ചുകൊണ്ടുള്ള നിസ്കാരം നമുക്ക് ഒഴിവാക്കണം. പല വ്യത്യസ്തങ്ങളായ പത്രങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഫോട്ടോകളും വ്യത്യസ്തങ്ങളായ വാർത്തകളും ആകെ 2 റക്അത്ത് നമസ്കാരത്തിലുള്ള ഖുശൂഅ് കളയാൻ എന്തിനു വേണം? ആ പേപ്പർ നമുക്ക് വേണ്ട. പേപ്പർ വരിയിലോട്ടുണ്ടായിക്കോട്ടെ, ആ വിവരം കിട്ടാൻ വേണ്ടി വായിച്ചു വെച്ചാൽ മതി. മുസല്ലയുമായിട്ട് എല്ലാവരും എത്തുക. ഉള്ളതിൽ നമ്മളിപ്പോൾ നോമ്പൊക്കെ എടുത്ത് നമ്മളെ ശരീരത്തിന്റെ അകവും പുറമൊക്കെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനെ പണമുള്ള ആളുകൾ പുതിയ വസ്ത്രം കൊണ്ടുകൂടി ആ ശരീരത്തെ മറച്ചു കൊണ്ടുവരണം എന്നതൊരു സുന്നത്താണ്. പുതിയ വസ്ത്രം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെരുന്നാൾക്ക് പച്ച വസ്ത്രമാണ് ധരിച്ചത്, മുഴുവൻ പച്ച. ഒരു ദിവസം ചുവപ്പാണ് ധരിച്ചത്. അതിൻ്റെ അർത്ഥം എല്ലാവരും പച്ചയും ചുവപ്പും ധരിക്കണം എന്നല്ല. നമ്മൾക്ക് ഏത് വസ്ത്രവും ധരിക്കാം, പക്ഷേ മാന്യമായ വസ്ത്രമായിരിക്കണം എന്നർത്ഥം. ആ വസ്ത്രം ധരിക്കുമ്പോൾ അല്ലാഹുമ്മ ലക്കൽ ഹംദു കസൗതനി, പടച്ചോനെ നിനക്കാണ് സർവസ്തുതിയും, നീയാണ് എന്നെ ഈ വസ്ത്രം ധരിപ്പിച്ചത്. അസ്അലുക ഖൈറഹു വഅഊദു ബിക ശർറഹു, ഇതിന്റെ എല്ലാ ഖൈറും ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഈ വസ്ത്രത്തിന്റെ എല്ലാ ഷെറിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വസ്ത്രം ധരിക്കേണ്ടത്. കണ്ണാടിയിൽ എന്നും നമ്മൾ നോക്കാറുണ്ട്. എന്ന് നോക്കുമ്പോഴും നമ്മൾ മറന്നു പോകുന്ന പ്രാർത്ഥന ഇന്നും മുതൽ തന്നെ നോക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ അഹ്സൻത ഖൽഖി, എന്റെ സ്വഭാവം, എന്റെ രൂപം നന്നാക്കിയതുപോലെ, ശരീരത്തെ നന്നാക്കിയതുപോലെ, അവയവങ്ങളെ നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവം കൂടി നീ നന്നാക്കി തരണേ നാഥ എന്ന് റബ്ബിനോട് കണ്ണാടിയിൽ നോക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച് വരലാണ് സുന്നത്ത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. കാരണം 30 ദിവസം നമ്മൾ നോമ്പിലായിരുന്നു, പട്ടിണിയിലായിരുന്നു. അതുകൊണ്ട് പട്ടിണി കിടന്നുകൊണ്ടല്ല, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വേണം വരാൻ. അത് സുന്നത്താണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈദ്ഗാഹിൽ വന്നാൽ പിന്നെ തഹിയ്യത്ത് നമസ്കാരം ഇല്ല. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ബാങ്കോ ഇഖാമത്തോ ഇല്ല. ഖുത്ബ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളകാൻ പാടില്ല. എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ തന്നെ ഇരുന്ന് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആ സ്വഫോട് കൂടി തന്നെ ഇരുന്നിട്ട് ഖുത്ബ കേട്ടിട്ട് വേണം വരാൻ. മൊബൈലൊക്കെ ഓഫാക്കിയിട്ടാണ് നിസ്കരിക്കാൻ നിൽക്കേണ്ടത്. പിന്നെ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് പോകുമ്പോൾ മാത്രം അത് ഓണാക്കിയാൽ മതി. അത് കയ്യിലുണ്ടോ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ മാറാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ മുറ്റത്ത് വെച്ച് ഈദ്ഗാഹ് നടക്കുമ്പോൾ സ്വാഭാവികമായും അതിന് ചെലവുകൾ വരും. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഒരു കളക്ഷൻ നമ്മൾ നടത്തേണ്ടി വരും. അപ്പൊ നിങ്ങളാവും വിധം അതിലും നിങ്ങളുടെ സഹായം ഉണ്ടാവണം. നമ്മളൊരു ഇബാദത്ത്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഈദ്ഗാഹ് നമ്മൾ നടത്തിയിട്ട് നമ്മളെല്ലാവരും കൂടി നടത്തുന്ന നമ്മുടെ നിസ്കാരത്തിൽ കടം വന്നു നിന്നാൽ നമ്മളെല്ലാവരും കടക്കാരായി മാറും. നമ്മൾ വിചാരിക്കും സംഘാടകർ മാത്രമേ കടക്കാരുള്ളൂ എന്നാകരുത്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം? ഇത് നേരത്തെ പറയാനുള്ള കാരണം വെച്ചാൽ മിക്കവാറൊക്കെ പുതിയ ഷർട്ട് ഇട്ടാ വരിക. അപ്പൊ പേഴ്സ് എടുക്കാൻ മറക്കാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ്. ഞാൻ അഥവാ പേഴ്സ് എടുക്കാൻ പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ആൾക്ക് വായ്പാക്കിയിട്ടും കൊടുക്കാവുന്നതാണ്. അയാൾ പിന്നെ നിവൃത്തിയെടുക്കാൻ വരുമ്പോൾ വാങ്ങിയ ആൾക്ക് തിരിച്ചു കൊടുത്താൽ പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും. എല്ലാം തുറന്നാണ് പറയാനുള്ളൂ. കാര്യങ്ങൾ സ്മൂത്തായി നടക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുകയാണ് അല്ലേ, പെരുന്നാൾ ആഘോഷിക്കണം, തക്ബീർ ചൊല്ലണം, ഒരുമിച്ചിരിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നു ഖുതുബ പറയണം, നിങ്ങൾ ആഗ്രഹിക്കുന്നു കേൾക്കണം. അള്ളാഹു എന്താണോ വിധിച്ചത് അത് നടക്കും. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഖുതുബ ഇത് ആയിരിക്കാം. ഒരുപക്ഷെ ഇനിയും അള്ളാഹു സ്വന്തം അവസരങ്ങൾ നൽകിയേക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ ജുമഅയായി ഇതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിയേക്കാം. എല്ലാം അവന്റെ കിതാബിൽ എല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അവൻ വിധിക്കുന്നു, അവൻ തീരുമാനിക്കുന്നു. നമ്മൾ ആ വിഷയത്തിൽ നിസ്സഹായരാണ്. പക്ഷേ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അവന്റെ വിധികളെ അല്പമൊന്ന് നീട്ടിക്കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ മന്ത്രം പ്രാർത്ഥനയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവശേഷിക്കുന്ന നോമ്പുകൾ കൂടി അനുഷ്ഠിക്കുവാൻ, ഇഅ്തികാഫ് നിർവഹിക്കുവാൻ, പ്രാർത്ഥന കൊണ്ട് റബ്ബുമായി കൂടുതൽ അടുക്കാൻ, അതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത് കൃത്യമായി നൽകി നോമ്പിന്റെ പാളിച്ചകളും പോരായ്മകളും ഒക്കെ പരിഹരിച്ചു കിട്ടാൻ, വരാനിരിക്കുന്ന ചെറിയ പെരുന്നാൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.